Hi friends, ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്, എഗ് റൈസ് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എഗ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ ഈ റൈസ് റെസിപ്പി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു കൊറിയൻ സ്റ്റൈൽ ഡിഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ നമ്മളുടെ കേരളീയ രീതിയിലൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി വേണ്ടി ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് 2 രൂപയുടെ അരി, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബസ്മതി റൈസ് വെച്ച് ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഈ അരിക്കൊരു മണവും ചെറിയ പശപശപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കും. എന്നിട്ട് നമ്മുടെ നല്ല നോർമൽ വാട്ടറിൽ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വയ്ക്കും. എന്നിട്ട് അത് വീണ്ടും ഒരു 2-3 വട്ടം കഴുകിയതിന് ശേഷമാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ നെയ്യ് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റി. അപ്പോൾ നമ്മൾ ഈ ഫുൾ റെസിപ്പി ചെയ്യുന്നത് ഈ ഫ്രൈ പാനിലാണ് കേട്ടോ. കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഫ്രൈ പാനിൽ തന്നെ ഈ റൈസ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ നമ്മളുടെ കറുവപ്പട്ട, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഏലക്ക, 4-5 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വഴനയിലയും അതുപോലെ സ്റ്റാർ അനീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ അത്രേ വേണ്ടുള്ളൂ. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പച്ചമുളകും ഇതിൻ്റെ കൂടെ ചതച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് വല്ലാണ്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, അത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് പിന്നെ ബീൻസ്, ഇത് 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും പിന്നെ ഒരു വലിയ ക്യാരറ്റും 5-6 ബീൻസും അത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ഉപ്പും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നിറപറയുടെ ബിരിയാണി മസാലയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഈ നിറപറയുടെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതിനൊരു നല്ല ടേസ്റ്റിയാണ്, നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഏതെങ്കിലും ഒന്ന് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ടാവും. ഇനി ബാക്കി ഇത് റൈസിൻ്റെ കൂടെയാണ് കുക്കാവേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 3 കപ്പ് റേഷൻ അരിക്ക് 6.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 1 കപ്പ് എടുത്താൽ അതിൻ്റെ ഇരട്ടി വെള്ളം, 2 ഗ്ലാസ് വെള്ളം, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1/2 ഗ്ലാസും കൂടെ ചേർക്കുക. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് ആ കപ്പിന് തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നിങ്ങളിത് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കതിന് മുന്നേ തന്നെ അരി ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ നമ്മളുടെ റേഷനരി ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചധികം മേലെ നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ബാസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിൻ്റെ ഒരേ ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അരിയും വെള്ളമൊക്കെ ഒരേ ലെവലിലായിരിക്കും. ഇപ്പോൾ കണ്ടോ, കുറച്ച് മുകളിലായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. നമുക്കിനി ഇതൊന്നങ്ങ് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റി അരിയുടെ ഒരു ലെവലിലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ മുട്ട, നമ്മളുടെ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് ഓരോരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ആ സമയത്ത് പൊട്ടിച്ച് ഓരോ പാത്രത്തിലാക്കി ഒഴിച്ചാലും മതി കേട്ടോ. ഡയറക്റ്റ് മുട്ട ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അത് കണ്ടോ, നമ്മളുടെ ആ വെള്ളം വറ്റി നമ്മളുടെ അരിയുടെ ഏകദേശം ലെവലിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് കൊണ്ട്, ഇപ്പം ഞാൻ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ചെറിയ കുഴികൾ ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ ആ മുട്ട അവിടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ബാസ്മതി റൈസ് ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും അരി. അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ അത് 10 മിനിറ്റിൽ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ അതിന് ഓരോ ഹോളിലേക്ക്, ഞാനിവിടെ ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഓരോ ഹോളിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മുട്ട ഡയറക്റ്റ് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക നിങ്ങളും. ബാസ്മതി റൈസ് ആണെങ്കിൽ ആ റൈസ് ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ റൈസ് വെന്ത് ഓക്കെ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മളുടെ റേഷനരി ആയതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും വേവാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിൽ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ. കണ്ടോ, ഞാൻ എല്ലാ മുട്ടയും അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടിപ്പോയിട്ടില്ല. നല്ല ഫൈനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ മുട്ടയുടെ മുകളിലേക്കും കുറച്ച് ഉപ്പ്, അതായത് മുട്ടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏതായാലും കുഴപ്പമില്ല, ഒന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അരി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നോക്കാം ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ സൈഡിൽ ഇതുപോലെ സ്പൂണും കൊണ്ടൊന്ന് ഇതാക്കി കൊടുത്താൽ കണ്ടോ വെള്ളമുണ്ട്, വെള്ളം ഇനിയും വറ്റാനുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മാക്സിമം ഒരു 10 to 15 മിനിറ്റ് ആണ് കേട്ടോ എടുക്കുള്ളൂ. അത് ഈ റൈസ് ആയതുകൊണ്ടാണ്. ബാസ്മതി റൈസാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റിൽ തന്നെ റൈസ് റെഡി ആയിട്ട് കിട്ടും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നമ്മളുടെ റൈസ് ശരിയായിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളം വരുന്നില്ല, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി കുക്കായോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ, അതിനാണ് ആ ചൂടുവെള്ളത്തിൽ ആദ്യം വാഷ് ചെയ്യുന്നത്. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഓരോരോ അരിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഈ മുട്ടയുടെ ഇതെന്താ എങ്ങനെയാണ് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അരി കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുപോലെ നല്ല പോലെ പാകത്തിന് വേവായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അടച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വച്ചേക്കാം. ആ നെയ്യൊക്കെ റൈസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് നമ്മളുടെ എഗ്ഗിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ യെല്ലോ പോർഷനും വൈറ്റ് പോർഷനും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇങ്ങനെ മുട്ട ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ചമുട്ടയുടെ സ്മെല്ല് വരുമെന്നൊന്നും. ഒന്നുമില്ല, ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ബാസ്മതി റൈസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.